പറയണ്ട, ഭയങ്കര കോമഡിയാ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ട്. പക്ഷേ പരാജയമായി തന്നെ ഞങ്ങൾ കാണും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. കേരളത്തിൽ പാർലമെന്റ് സീറ്റിൽ NDAക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസും UDF ആണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതെ അതെ, എന്തതെ വെറുതെ വരാതെ. തോൽവി വിജയത്തിന്റെ തുടക്കമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. തോൽവി പഠിക്കും, തിരുത്തും, അടുത്ത വിജയം ഞങ്ങൾ പിടിക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒരു സംശയം കാര്യത്തിൽ വേണ്ട, ഇതോടെ അങ്ങ് തീർന്നു എന്നാലും വിചാരിക്കരുത്, അങ്ങനെ തീരില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? സുരേഷ് ഗോപിന്റെ സഹപ്രവർത്തനം, അദ്ദേഹത്തിന് ജയിച്ചതിലുള്ള സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ട് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുടിക്കും. തൊലിക്കല്ലേ എന്ന് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തുടങ്ങി തള്ളവരെല്ലാം നാക്കി വെക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബെസ്റ്റ് ഓഫ് ലക്ക്. തൃശ്ശൂർ അവനെനിക്ക് തന്നു. അയ്യോ, അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എന്റെ തലയിലെടുത്ത് വെക്കും. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഞാൻ ഈ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരുന്നു. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് എന്താ ഉറക്കം വരുന്നു. അവരുടെ ഭർത്താവ് വന്ന് മൂക്കടിച്ച് ചമ്മന്തിയാക്കിട്ട് അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടേണ്ട ഗതികേട് എന്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങൾ ഇലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ.